ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് ചാപ്റ്റർ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കമ്പനി അക്കൗണ്ട്സ്, അതിൽ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പനി അക്കൗണ്ട്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ്. കമ്പനി അക്കൗണ്ട്സിലെ ഒരുപാട് പാർട്ട് നമുക്ക് നോക്കാണ്ട്, പക്ഷെ നമ്മൾ അതിൽ നോക്കുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് പഠിച്ചാൽ മതി. ആ ഒരു ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ, ഇഷ്യൂ ഓഫ് ഷെയർസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, ജേണൽ എൻട്രി എങ്ങനെയാണ്, ബുക്സിൽ എങ്ങനെ ഓരോ ബുക്സ് ഉണ്ടായിരിക്കും അതിലെങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കമ്പനിയുടെ മീനിങ്ങും അതേപോലെ തന്നെ ഡെഫിനിഷനും ക്യാരക്ടറിസ്റ്റിക്സും, ഇത്രയും കാര്യങ്ങളാണ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോൾഡറിൽ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഷെയർസും. ഷെയർസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ്, സ്വെറ്റ് ഇക്വിറ്റി, അങ്ങനത്തെ ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസ്, എങ്ങനെ ഒരു ഷെയർസ് പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യണം, അതിൻ്റെ IPO, FPO എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്, ആ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് എങ്ങനെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പനി. നമുക്കതറിയാം, നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഒരുപാട് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്സ് ഉണ്ട്, പാർട്ട്ണർഷിപ്സ് ഉണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇങ്ങനെ ഒരുപാട് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനൊക്കെ എന്ത് ചെയ്യുന്നില്ല, മോഡേൺ ബിസിനസ് ഇൻഡസ്ട്രീസിൻ്റെ നീഡ്സ്, അവരുടെ ഗ്രോയിങ് ആയിട്ടുള്ള നീഡ്സ് മീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ഫെയിലാണ്. അപ്പോൾ ഇത് നേരിടാൻ വേണ്ടിയിട്ട്, ആ ഒരു പരിഹാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് മോഡേൺ ബിസിനസ് ഇൻഡസ്ട്രീസിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ജോയിൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലും അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ലിമിറ്റഡ് ക്യാപിറ്റൽ ആയിരിക്കും, അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും, അതിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല, ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും. ഇതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ മോഡേൺ ബിസിനസ് വേൾഡിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ അത്തരത്തിലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന് കഴിയുന്നില്ല. അപ്പോഴാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന് ഫോം ചെയ്തത്. ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിന് എന്ത് ചെയ്യാം, മോഡേൺ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ മോഡേൺ ബിസിനസ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നിലവിൽ വന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കമ്പനിയുടെ മീനിങ് എന്ന് നോക്കാം. കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് രണ്ട് വേർഡിൽ നിന്നാണ്, കോം ആൻഡ് പെനി. കോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടുഗദർ, ഒരുമിച്ച്. കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് രണ്ട് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, കോം ആൻഡ് പെനി. കോം മീൻസ് ടുഗദർ, ഒരുമിച്ച്. പെനി മീൻസ് ബ്രെഡ് എന്നർത്ഥം. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് സം പേഴ്സൺ ഹു ടേക്ക് ദെയർ മീൽസ് ടുഗദർ. അസോസിയേഷൻ, അതായത് ഒരുപാട് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്സ് ഓഫ് മെമ്പേഴ്സിൻ്റെ അസോസിയേഷനാണ് എന്തെന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ മീൽസ് ഒരുമിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കമ്പനി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ മീനിങ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഒരു ഡെഫിനിഷൻ നോക്കാം. എ കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് പീപ്പിൾ who came together
അസോസിയേഷൻ ഓഫ് പീപ്പിൾ ഹു കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. കമ്പനി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ അസോസിയേഷൻ. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ഫോം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ പേഴ്സൺസിൻ്റെ ഗ്രൂപ്പിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കമ്പനിയുടെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു കമ്പനി ആക്ട് 2013, കമ്പനി ആക്ട് 2013 ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കമ്പനി ആക്ട്സ് ഒരുപാട് കമ്പനി ആക്ട് ഉണ്ട്. കമ്പനി ആക്ട് 1956, കമ്പനി ആക്ട് 2030, കമ്പനി ആക്ട് 1956 മുന്നേ ഉള്ള ബ്രിട്ടീഷ് ഉള്ള കമ്പനീസ് ആക്ടും ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് കമ്പനീസ് ആക്ട് 2030 റൂൾസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കമ്പനി ആക്ട് 2013 എന്താണ് കമ്പനിയുടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ് ആക്ട്. ഒരു കമ്പനി ആക്ട് അതിൻ്റെ കമ്പനി ആക്ട് 2030 അല്ലെങ്കിൽ അതിൻ്റെ മുന്നുള്ള ആക്ട് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 1956 അതിൻ്റെ മുന്നേയുള്ള ബ്രിട്ടീഷ് കമ്പനീസ് ആക്റ്റും. ഈ കമ്പനീസ് ആക്റ്റിലാണോ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. അതായത് കമ്പനി ആക്ട് 2030 അല്ലെങ്കിൽ അതിൻ്റെ മുന്നേയുള്ള ആക്റ്റിൽ കമ്പനീസ് ആക്ട് 1956 അതിൻ്റെ മുന്നേയുള്ള ആക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയെ നമുക്ക് കമ്പനി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഡെഫിനിഷനാണ്. നമുക്ക് എക്സാമിനൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ വലിയ ഡെഫിനിഷൻ ആയിരിക്കണം നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷന് നമുക്ക് എഴുതാം, എന്നാലും ഇതൊരു ചെറിയ ഡെഫിനിഷനാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഡെഫിനിഷനും കൂടെ നോക്കാം. ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ഹനെ. ഈ ലോർഡ് ജസ്റ്റിസ് അനെ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. A company is an artificial person created by law with a perpetual succession and a common seal. കമ്പനി എന്ന് പറയുന്നത് എന്താ? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതായത് കമ്പനിയിലെ മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതും ഒരു മെമ്പറാണ്. കമ്പനി എന്ന് പറയുന്നതും എന്താ? മറ്റുള്ള മെമ്പറെ പോലെ തന്നെ ഒരു മെമ്പറാണ് കമ്പനി എന്ന് പറയുന്നതും. ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതിനെന്തുണ്ടായിരിക്കും? കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ ബിസിനസ് അതിൻ്റെ ഓപ്പറേഷൻസിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു മെമ്പർ പോയാൽ എന്ത് ചെയ്യില്ല? കമ്പനി ക്ലോസ് ചെയ്യില്ല. ഇപ്പോൾ ഒരുപാട് മെമ്പർ, ഇപ്പോൾ ഒരു 5 മെമ്പർ പോയാലും എന്ത് ചെയ്യില്ല? കമ്പനി ക്ലോസ് ചെയ്യില്ല. കമ്പനിയിൽ എന്തുണ്ടായിരിക്കും? അതിന് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും കമ്പനിയിൽ നടക്കുക. കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് കമ്പനിക്ക് ഉണ്ടായിരിക്കും. അതാണ് പെർപെച്വൽ സക്സഷൻ. പിന്നെ ആൻഡ് എ കോമൺ സീൽ. ഒരു കോമൺ സീല്, കോമൺ ആയിട്ടുള്ള കമ്പനിയുടെ സിഗ്നേച്ചറാണ് ഇത് കോമൺ സീൽ എന്ന് പറയുന്നത്. കമ്പനിക്ക് കോമൺ ആയിട്ടുള്ള ഒരു സീലും എവിടെ ഉണ്ടായിരിക്കും? കമ്പനിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീല്. ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സണ്, ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്തുണ്ടായിരിക്കും? പെർപെച്വൽ സക്സഷൻ, അതായത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നിലനിൽപ്പ്. ആൻഡ് എ കോമൺ സീലും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് കമ്പനി എന്ന് പറയുന്നത്. ലോർഡ് ജസ്റ്റിസ് ഹനയുടെ ഡെഫിനിഷനാണ് പറയുന്നത്. കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീലും. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഡെഫിനിഷനും നോക്കി. ഇനി എന്താണ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാനായിട്ട് കഴിയും.
കമ്പനി എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി എന്താ? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. മറ്റുള്ള മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അവരെ പോലെ തന്നെ ഉള്ള ഒരു പേഴ്സൺ ആണ് ഇതെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ആര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും? ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സണെ എന്തെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ പെർപെച്വൽ സക്സഷൻ. എന്തുണ്ടായിരിക്കും? കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നിലനിൽപ്പ് കമ്പനിക്ക് ഉണ്ടായിരിക്കും. ദെൻ കോമൺ സീൽ, ഒരു കോമൺ സീലും കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് കണ്ടെത്താം. എന്നാലും നമുക്ക് എന്തൊക്കെയാണ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു കം ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. ഒരു കൂട്ടം ആളുകളുടെ വോളണ്ടറി അസോസിയേഷനാണ് ഇത് കമ്പനി. ദെൻ നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിന് എന്തുണ്ടായിരിക്കും? ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് എന്തുണ്ടായിരിക്കും? ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ എൻഡിങ് വരെ ഓരോ ലീഗൽ കോൺട്രാക്റ്റിലും അതുപോലെ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിലും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് എൻ്റർ ചെയ്യാനായിട്ട് കഴിയും. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ലീഗൽ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കും? ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കും. അതാണ് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. മെമ്പേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി കമ്പനിക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നിലനിൽപ്പ് ആർക്കുണ്ടായിരിക്കും? കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മെമ്പർ പോയാലും 2 മെമ്പർ പോയാലും എന്ത് ചെയ്യില്ല? കമ്പനി ക്ലോസ് ചെയ്യില്ല. കമ്പനി അതിൻ്റെ ലാസ്റ്റ് വരെ, അതായത് വൈൻഡപ്പ് ചെയ്യുന്നത് വരെ കമ്പനി എന്ത് ചെയ്യും? നിലനിൽക്കും. വൈൻഡപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കമ്പനി ക്ലോസ് ആവുള്ളൂ. വൈൻഡപ്പ് വരെ എന്ത് ചെയ്യും? ആ കമ്പനി നിലനിൽക്കും. അതിൻ്റെ ഓപ്പറേഷൻസ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും. ആര് പോയാലും ആ കമ്പനിയിൽ ആര് പോയാലും ആര് വന്നാലും എന്ത് ചെയ്യും? കമ്പനിയിലെ ഓപ്പറേഷൻസ് അത് നിലനിന്നുകൊണ്ടേ ഇരിക്കും. ഇറ്റ് ഹാസ് എ പെർപെച്വൽ സക്സഷൻ. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഹാസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്തെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. അവർ ഹെൽഡ് ചെയ്തിട്ടുള്ള ഷെയർസ് എത്രയാണോ അത്രയും എന്താ? അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു മെമ്പർ, ഒരു ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഒരു 500 ഷെയറാണ് അയാൾ ഹെൽഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ. അപ്പോൾ 500 ഷെയറിൻ്റെ 500 × 10 എന്ന് പറയുമ്പോൾ 5000. അപ്പോൾ 5000 രൂപയായിരിക്കും അയാളുടെ ലയബിലിറ്റി. ആ 5000 രൂപ വരെ എന്താ? അയാളുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. 5000 രൂപയിൽ കൂടുതൽ, ഇപ്പോൾ 5001 രൂപയാണെങ്കിലും എന്ത് ചെയ്യില്ല? ആ ലയബിലിറ്റി അയാൾക്ക് കൂടില്ല. ആ 5000 രൂപ വരെ തന്നെ ആയിരിക്കും അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ലിമിറ്റഡ് ആയിരിക്കും. ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് എ കോമൺ സീൽ. കമ്പനിക്ക് എന്തുണ്ടായിരിക്കും? ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അയാളിപ്പോൾ ഏത് ഡോക്യുമെൻറ്റിലും, ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ, ഇപ്പോൾ SSLC ബുക്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്ത് അയാൾ ഒരു സൈൻ ചെയ്ത്, +2 സർട്ടിഫിക്കറ്റിൽ വേറെ സൈൻ ചെയ്ത്, അങ്ങനെ പറ്റുമോ? അയാൾക്ക് എന്തുണ്ടായിരിക്കും? 2 സൈനും ഒരേപോലെ ആയിരിക്കണം. അതേപോലെ തന്നെ കമ്പനിക്ക് എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ആയിട്ടുള്ള സീൽ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനി മെമ്പേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞ്. കമ്പനി എന്താ? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. മെമ്പേഴ്സിനെ പോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആരെന്ന് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പനിക്കും എന്ത് വേണം? സിഗ്നേച്ചർ വേണം. അപ്പോൾ അതിനൊരു കോമൺ ആയിട്ടുള്ള സീലുണ്ട്. ഇറ്റ് ഹാസ് എ കോമൺ സീൽ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനി മാനേജ് ചെയ്യുന്നത് ആരാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കമ്പനിയിൽ ഇപ്പോൾ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കാം. ഇവരൊന്നല്ല എന്ത് ചെയ്യുന്നത്? കമ്പനി ഓൺ ചെയ്യുന്നത്, അതായത് കമ്പനി മാനേജ് ചെയ്യുന്നത് ഈ പറയുന്ന ആൾക്കാരൊന്നുമല്ല.
ഷെയർ ഹോൾഡർ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സോ ഒന്നുമല്ല എന്ത് ചെയ്യുന്നത്, കമ്പനി മാനേജ് ചെയ്യുന്നത്. കമ്പനി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ, സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യും. അവരെയാണ് എന്തെന്ന് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനി മാനേജ് ചെയ്യുന്നത്. കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, കമ്പനി എന്തെങ്കിലും പ്രോബ്ലം, കാര്യങ്ങൾ, ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കണമെന്നുണ്ടെങ്കിലും അവർക്കുള്ള എംപ്ലോയീസിനുള്ള റെമ്യൂണറേഷൻ കൊടുക്കുന്നതും ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ കൊടുക്കുന്നതും ഒക്കെ ആരാണ്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കമ്പനി മാനേജ് ചെയ്യുന്നത് ആരാകും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. Then the shares of the company are freely transferable. കമ്പനിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇനി പഠിക്കാനുള്ളത് ഷെയർസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഡിബെഞ്ചർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷെയർസ് ഉണ്ട്. ഈ ഷെയർസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റിൽ. അതായത് കോസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി, നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർസാണ് നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് തോന്നി ഇക്വിറ്റി ഷെയർസ് വേണ്ട, പ്രിഫറൻസ് ഷെയർസ് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വിറ്റി ഷെയർസിനെ നമുക്ക് പ്രിഫറൻസ് ഷെയർസിലോട്ട് ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇനിയിപ്പോൾ നമുക്ക് പ്രിഫറൻസ് ഷെയർസാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് ചെയ്യണം, ഇക്വിറ്റി ഷെയർസിലോട്ട് മാറണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയർസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. അതും ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, എ പ്രൈവറ്റ് കമ്പനി, നമുക്ക് കമ്പനീനെ a private company must have a minimum paid up share capital of rupees 1 lakh, which a public company must have a minimum paid up share capital of rupees 5 lakh. നമുക്ക് എന്ത് ചെയ്യാം, കമ്പനീനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പബ്ലിക് കമ്പനി എന്നും പ്രൈവറ്റ് കമ്പനി എന്നും. ഇതിനെക്കുറിച്ചിട്ടൊന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിലായിട്ട് പറയുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ, കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ. അപ്പോൾ നമുക്ക് കമ്പനിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈവറ്റ് കമ്പനി എന്നും പബ്ലിക് കമ്പനി എന്നും. പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം, 1 lakh rupees ആയിരിക്കണം. ഇനി അത് പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്. പ്രൈവറ്റ് കമ്പനീനെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞു, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ക്യാരക്ടറിസ്റ്റിക്സ്, വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഇറ്റ് ഹാസ് പെർപെച്വൽ സക്സഷൻ, artificial person created by law, liability of the shareholders is limited, common seal, managed by the board of directors, company shares can be easily transferable, private companies in the minimum paid up share capital rupees 1 lakh, when which a public company must have a minimum paid up share capital of rupees 5 lakh. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് കമ്പനി എന്ന് നോക്കി, കമ്പനിയുടെ ഡെഫിനിഷൻ നോക്കി, അത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. ഓക്കെ, താങ്ക് യു.